T20 ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം ബുധനാഴ്ച നടക്കാൻ പോവുകയാണല്ലോ. ക്രിക്കറ്റിലെ കുഞ്ഞന്മാരായ അയർലൻഡാണ് ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ. ലോകകപ്പിൽ മികച്ച ജയത്തോടെ തുടങ്ങാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അയർലൻഡ് താരതമ്യേന കുഞ്ഞന്മാരായതിനാൽ ആരൊക്കെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുമെന്നാണ് കണ്ടറിയേണ്ടത്. പാകിസ്ഥാനെതിരായ മത്സരം 9 നടക്കാനിരിക്കെ ഇന്ത്യക്ക് വമ്പൻ ജയം നേടി ആത്മവിശ്വാസത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ സംബന്ധിച്ച ചർച്ചകൾ സജീവമാകവേ സഞ്ജു സാംസനെ അയർലൻഡിനെതിരെ കളിപ്പിക്കണമെന്ന് അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനായ സഞ്ജയ് ബംഗാർ. സ്റ്റാർ സ്പോർട്സിലെ ഫോളോ ദ ബ്ലൂസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബംഗാർ. T20 ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകൾക്ക് മുന്നോടിയായിട്ടുള്ള പരിശീലന മത്സരത്തിൽ ഇന്ത്യ ശ്രമിക്കുക തന്ത്രങ്ങൾ പരീക്ഷിച്ചു നോക്കാനാണ്. അതോടൊപ്പം ടീം കൂട്ടുകെട്ടുകൾ എങ്ങനെയാണെന്നത് കണ്ടെത്താനും ശ്രമിക്കും. അങ്ങനെ നോക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഋഷഭ് പന്താണോ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ? അവൻ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഹർദിക് പാണ്ഡ്യ സന്നാഹ മത്സരത്തിൽ നന്നായി ബാറ്റ് ചെയ്തു. 4 ഓവർ പന്ത് ചെയ്യാനുള്ള ഫിറ്റ്നസ് ഇപ്പോൾ ഹർദിക്കിനുണ്ട്. വിരാട് കോഹ്ലി അയർലൻഡിനെതിരെ കളിക്കുന്നില്ലെങ്കിൽ സഞ്ജു സാംസന് അവസരം നൽകാവുന്നതാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്നാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സഞ്ജു 3-ാം നമ്പറിൽ കളിക്കണം. സൂര്യകുമാർ യാദവ് 4-ാം നമ്പറിലും പന്ത് 5-ാം നമ്പറിലും ഹർദിക് 6-ലും ജഡേജ 7-ലും കളിക്കണം, അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ യശസ്വി ജയ്സ്വാളിനെ ഒഴിവാക്കി കോഹ്ലിയും രോഹിത്തും ഓപ്പൺ ചെയ്താലും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് കരുതാനാവില്ല. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.